ആദ്യം നമുക്ക് സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം സവാള ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു വണ്ണത്തി അരിഞ്ഞെടുക്കണം. അപ്പോൾ വേണ്ട ഈ വണ്ണത്തിൽ സവാള നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം സവാള അല്ലാതെ ഇതേ കണക്ക് നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കണം. താണ്ട് ഇതേ കണക്ക് ഇളക്കിയെടുക്കാം. 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ബേക്കിംഗ് സോഡ അത് ശകലം ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ശകലം ചതച്ചാണ് എടുത്ത പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇടാം. അപ്പോൾ അതെടുക്കാം. ഇതെല്ലാം കൂടെ നല്ല ഇണക്കം മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കാം. അപ്പോൾ ദാണ്ട് ഈ പരുവത്തിൽ നമ്മൾ കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഒരു 2 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം ദാണ്ട് ഇതേ കണക്ക് ഒരേ സവാള ഇങ്ങനെ ഇട്ട് നമുക്ക് എണ്ണയിൽ ഫ്രൈ ആക്കിയെടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരേ സവാള വീതം ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ തീ ഇച്ചിരി കുറച്ച് വയ്ക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരേ വീതം ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. വീട്ടിലുള്ള സാധനം വെച്ച് ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് തന്നെ നല്ല ഒരു മൊരിഞ്ഞ ഒരിതെടുക്കാം. അപ്പം ഇത്രയും മൊരിഞ്ഞാൽ മതി. നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സവാള വെച്ച് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.